17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് സ്തോത്രം. അതിനെ ഒന്ന് ശരിയായി വ്യാഖ്യാനിച്ചു പറഞ്ഞാൽ, ദൈവം നന്മ ചെയ്തത് കൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. സ്തോത്രം. എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും ലഭിച്ചില്ല എന്നൊന്നും പറയരുത്. ജീവനുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നന്മ ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? ജീവനുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നന്മ ചെയ്തത് കൊണ്ടാണ് ജീവനോടെ ഇരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതെല്ലാം ആഡ് ഓൺസ് ആണ്. ജീവനാണ് നന്മ. ജീവൻ കിട്ടിയത് തന്നെ നന്മയാണ്. പിന്നെ എഴുന്നേറ്റൊന്ന് ഇരിക്കാൻ പറ്റിയെങ്കിൽ അത് അതിൻ്റെ അടുത്ത നന്മയാണ്. ഒന്ന് കാല് വെച്ചെങ്കിലും നടക്കാൻ പറ്റുന്നെങ്കിൽ അത് അടുത്ത നന്മയാണ്. സ്തോത്രം. ഈ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ വാഹനത്തിനായാലും മറ്റൊക്കെ എടുക്കുമ്പോൾ തേർഡ് പാർട്ടി ഉണ്ട്, അടുത്ത ഫുൾ ഇൻഷുറൻസ് ഉണ്ട്, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ അതിൽ തന്നെ നമുക്ക് പല ആഡ് ഓൺസ് ഉണ്ട്. എൻജിൻ പ്രൊട്ടക്ഷൻ, പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അവർ ചോദിക്കും, പാസഞ്ചർ പ്രൊട്ടക്ഷൻ, ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പം ജീവൻ തന്നെ നന്മയാണ്. പിന്നെ അതിൻ്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അവരവരെന്നെ ഇന്ന് പകലൊന്ന് ഓർത്തു നോക്കണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പറയാ. ജീവനുള്ളത് തന്നെ, ജീവിച്ചിരിക്കുന്നത് തന്നെ നന്മയാണെങ്കിൽ, ഹല്ലേലൂയ, അതിനോട് എൻ്റെ ദൈവം എന്തൊക്കെ എനിക്ക് ആഡ് ചെയ്ത് തന്നു, ഹല്ലേലൂയ, അതിനോട് എന്തൊക്കെ എൻ്റെ ദൈവം എനിക്ക് ചേർത്ത് തന്നു, ഹല്ലേലൂയ, അതൊക്കെ ഓർത്തിന്ന് പകൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണം. ഒന്നും പ്രാപിക്കാത്തവനെ പോലെ നീ നിരാശപ്പെട്ടതിനകത്തിരിക്കരുത്. ശത്രു ജയിക്കാനായിട്ട് അവസരം കൊടുക്കരുത്. ദൈവത്തിന് മഹത്വമായി തീരണം. സ്തോത്രം. നന്മ പ്രാപിച്ചതുകൊണ്ട്, നന്മ ലഭിച്ചതുകൊണ്ട് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നു. 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങയുടെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ദൈവമക്കളെ, ഈ തിരുവെഴുത്ത് ദൈവം അത്ഭുതങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. സ്തോത്രം. എൻ്റെ ജീവിതം സന്തോഷകരമായും സുഗമമായും നടത്താൻ ആവശ്യമായ അനേകം മിറക്കിൾസ്, അനേകം നിർദ്ദേശങ്ങൾ, അനേക അനുഭവങ്ങൾ എന്നോട് ദൈവത്തിന് പറയാനുള്ള പല ദൂതുകളൊക്കെ ഇതിനകത്തുണ്ട്. എന്നാൽ അതങ്ങനെ ചുമ്മാ നോക്കിയാൽ കാണത്തില്ല. സ്തോത്രം. ആർത്തിയോടെ, താല്പര്യത്തോടെ നീ ഈ പുസ്തകം ഒന്ന് നോക്കിയാൽ ഇതിൽ ചിലതൊക്കെ കണ്ടെത്താനായിട്ട് നമ്മുടെ കണ്ണിന് ദൈവം തുറന്നു തരും. ജീവിതകാലം മുഴുവനും നടത്താൻ പറ്റിയ അത്ഭുതകരമായ നിധികൾ ഇതിനകത്തുണ്ട്. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റും? സ്തോത്രം. ഏത് വേദന വന്നാലും പ്രശ്നം വന്നാലും എന്നെയും നിങ്ങളെയും ബലപ്പെടുത്തുന്നതും മുമ്പോട്ട് നടത്തുന്നതുമായ നല്ല നിധിക്ക് തുല്യമായ ജീവിപ്പിക്കുന്ന തിരുവെഴുത്തുകൾ ഇതിനകത്ത് ദൈവം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ അകത്തെ കണ്ണൊന്ന് തുറക്കുമ്പോഴാണ് അതെൻ്റെ മേൽ വിടുതലായിത്തീരുന്നത്. ഈ തിരുവെഴുത്തിന് അതിൻ്റെ മൂലഭാഷയിൽ ലോഗോസ് എന്നും റേമ എന്നും രണ്ട് വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ലോഗോസ് എന്നത് ഈ ആകമാനമുള്ള തിരുവെഴുത്താണ്. അത് എന്നോടുള്ള വാക്കായി മാറുമ്പോഴാണ് അത് റേമ ആയി മാറുന്നത്. ഇത് പൊതുവെ എല്ലാവർക്കും ഉള്ളതാണ്. എന്നാൽ എൻ്റെ അകത്തെ കണ്ണ് തുറന്ന് അത് എന്നോടുള്ള തിരുവെഴുത്തായി മാറ്റിയെടുക്കണം. അതിനാണ് അവിടെ പറയുന്നത്, എൻ്റെ കണ്ണുകളെ തുറക്കണം. സ്തോത്രം. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? എവിടെയും നിർത്തുന്ന ദൈവശബ്ദം. ഏലിയാവിനെ ആ ഗുഹയ്ക്ക് പുറത്തു കൊണ്ടുവന്നതുണ്ടല്ലോ, അത്ഭുതങ്ങളൊന്നുമല്ല.
അവൻ അത്ഭുതം കണ്ടിട്ടുമുണ്ട്, ചെയ്തിട്ടുമുണ്ട്. ആകാശത്തു നിന്ന് തീ ഇറക്കുക, ആ തീയിൽ കെട്ടിക്കിടന്ന വെള്ളം വരെ വറ്റിപ്പോവുക എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. സ്തോത്രം. അങ്ങനെ തുടങ്ങി അമാനുഷികമായ പല അത്ഭുതങ്ങൾ ചെയ്ത ആളാണ് ഏലിയാവ്. എന്നാൽ ഏലിയാവിനെ ജീവിപ്പിച്ചത് അത്ഭുതമല്ല, ഏലിയാവിനെ ജീവിപ്പിച്ചത് ദൈവശബ്ദമാണ്. ആമേൻ. എത്ര പേർക്ക് ഇന്ന് ഈ പകലിൽ കേൾക്കാൻ സന്തോഷമുണ്ട്? ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി കിട്ടിയെന്ന് വെച്ച് അകത്ത് ജീവൻ വരണമെന്നില്ല. ഹല്ലേലൂയ. ആഗ്രഹിക്കുന്നത് പോലെ കാര്യം നടന്നത് കൊണ്ട് ഒരു ദൈവശക്തി നിന്റെ അകത്ത് വെളിപ്പെട്ടു കൊള്ളണമെന്നൊന്നുമില്ല. നീ ആഗ്രഹിച്ച കാര്യം നടന്നില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ്, ആ ദൈവ ശബ്ദം നിന്റെ അകത്ത് മുഴങ്ങിയ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ജീവനുള്ള വ്യക്തിയായി മുന്നേറുക. ഈ പകലിൽ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പത്രോസ്. യേശു ശിഷ്യന്മാരെ പടക് കയറി അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. താനി പുറത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് പുസ്തകത്തിൽ വായിക്കുന്നത്. വൈകുന്നേരം യാത്ര തിരിച്ചു. 4-ാം യാമമായിട്ടും പടക് കടലിൻ്റെ നടുവരെ എത്തിയുള്ളൂ. കാരണം കാറ്റ് പ്രതികൂലമാകൊണ്ട് തണ്ട് വലിച്ച് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അവരുടെ ആ പരിശ്രമത്തിനായി ദൈവത്തിന് സ്തോത്രം. കാരണം ഈ പായ്ക്കപ്പൽ അടിക്കുന്ന വഴിക്ക് വിട്ടുകൊടുക്കാമെന്ന് അവരാരും എന്ത് ചെയ്തില്ല, കരുതിയില്ല. അവർക്കൊരു ലക്ഷ്യമുണ്ട്, അക്കരയ്ക്ക് പോകാൻ. നാഥൻ പറഞ്ഞു, എന്ത് വില കൊടുത്തും അക്കരയ്ക്ക് തന്നെ പോകണം. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങൾ ഒക്കെ കേൾക്കാനായി ഞാൻ പറയുന്നു. സ്തോത്രം. അടിക്കുന്ന ദിശയ്ക്ക് പടകിനെ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. പോകുന്ന പോക്കിന് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കരുത്. നാഥൻ പറഞ്ഞ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തോട് അടുക്കേണ്ടുന്നതിന് എന്ത് വില കൊടുത്ത് ചെറുത്ത് നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ രക്ഷിക്കാൻ എൻ്റെ ദൈവം മനസ്സുള്ള കർത്താവാണ്. സ്തോത്രം. ഇവരല്പസമയം മിണ്ടാതിരുന്നെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് തുഴഞ്ഞതെല്ലാം പാഴായിപ്പോയേനെ. സ്തോത്രം. ഒരു പാപം മതി പല വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത ആ ദൈവകൃപ നഷ്ടപ്പെടാൻ. പരിശ്രമിച്ച് ചവിട്ടിക്കയറി പ്രാർത്ഥിച്ച് നേരോടെ ജീവിച്ചൊക്കെയാണ് നമ്മളിങ്ങനെ പണിത് ഇതുവരെ കൊണ്ടുവന്നത്. ഒരു തെറ്റായ ചുവടുവയ്പ് മതി അതിനെ ആകമാനം തകർത്ത് കളയാൻ. ഏകദേശം 10 മണിക്കൂറിൽ കൂടുതൽ തുഴഞ്ഞത് ഇല്ലാതായി പോകാൻ ഒരല്പസമയത്തെ നിർവിചാരത മതി. അതുകൊണ്ട് അനുവദിച്ചു കൊടുക്കരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തുഴഞ്ഞു, ചെറുത്തു നിന്നു. ഇത് യേശു കണ്ടു. അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. അവർ തണ്ട് വലിച്ച് വലയുന്നത് എന്ന് പറഞ്ഞാൽ ഇത്രയും കാറ്റടിച്ചിട്ടും ഇത്രയും എതിരെ പ്രശ്നം വന്നിട്ടും അതിൻ്റെ മുമ്പിൽ വിട്ടുകൊടുക്കാതെ ഞാൻ പറഞ്ഞ ഇടത്ത് പോകാൻ വേണ്ടിയുള്ള ശിഷ്യന്മാരുടെ ആ പരിശ്രമം യേശു കണ്ടു. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ വാക്ക് കേൾക്കാൻ സന്തോഷമുണ്ട്? ഹല്ലേലൂയ. പ്രശ്നങ്ങളൊന്നിൻ്റെ പുറകെ ഒന്നായിട്ടടിക്കുന്നു. എങ്കിലും എൻ്റെ നാഥൻ്റെ വാക്കെനിക്കനുസരിക്കണം, വിശുദ്ധിയോടെ ജീവിക്കണം എന്നകത്ത് തീരുമാനിച്ചുകൊണ്ട് അതിനുവേണ്ടി നീ നിൽക്കുന്ന നിന്റെ ചെറുത്ത് നിൽപ്പുണ്ടല്ലോ. ഹല്ലേലൂയ. മറ്റാരും അതറിയുന്നില്ലെങ്കിൽ, മറ്റാരും അതിന് വില കൊടുക്കുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്നു, എൻ്റെ ദൈവം അതറിയുന്നുണ്ട്. അറിയുക മാത്രമല്ല, നിന്റെ കൈ കുഴഞ്ഞു പോയാൽ, നിൻ്റെയൊക്കെ ശക്തി കുറഞ്ഞു പോയാൽ അതെൻ്റെ ദൈവത്തിന് അറിയാം. സ്തോത്രം. എനിക്ക് തോന്നുന്നു തമ്പുരാനും മനസ്സിലായി, ഇനി ഞാൻ വൈകിയാൽ ഇവർ തളർന്നു പോകും. കാരണം സ്തോത്രം, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് അവരെയൊക്കെ വിളമ്പിച്ച് കൊടുത്തിട്ട് ശിഷ്യന്മാരൊന്ന് വിശ്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പണി കൊടുത്തത്. സ്തോത്രം. യേശുവിന് മനസ്സിലായി ഇനി ചെല്ലണം. അങ്ങോട്ട് ചെന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല. ചെന്നു കഴിഞ്ഞപ്പോൾ ഇവരാകെ ഭയപ്പെട്ടിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്. അന്നേരമാണ്
യേശു ഇങ്ങനെ നടന്നു വരുന്നത്. അന്നേരം ഒരാൾ പറഞ്ഞു, എടാ ഭൂതം വരുന്നു. സ്തോത്രം. ഭൂതം വരുന്നെന്നൊരു വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവരാരും ആ ദിശയിലേക്ക് നോക്കിയതേയില്ല. സ്തോത്രം. കാരണം ഇവരുടെ അകത്ത് പണ്ടെങ്ങാനോ ആരോ പറഞ്ഞ കഥയിലെങ്ങാണ്ടോ ഉണ്ട്, ഇങ്ങനെ രാത്രി ഭൂതം ഇങ്ങനെ വരും. ഇവരാരും ഭൂതത്തെ കണ്ടിട്ടില്ല ഇതിനു മുമ്പ്. അപ്പോൾ അതങ്ങ് ഭൂതമാണെന്ന് ഇവരെങ്ങെന്ത് ചെയ്തു? ഉറപ്പിച്ചു. സ്തോത്രം. വ്യക്തത ഇല്ലാത്ത കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്? ഉറപ്പിക്കരുത്, നീ പറയരുത്. അത് അടുത്ത ഒരാളുടെ വിശ്വാസത്തെ കൂടെ ബാധിക്കും. ഇതിവൻ ഒരാരോ ഒരാൾ വിളിച്ചു പറഞ്ഞു, അതാ എല്ലാവരെയും അങ്ങ് ബാധിച്ചു. നടന്ന യേശു അടുത്ത് വന്നിട്ടും യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാ. ഇവർ നോക്കിയിരുന്നെങ്കിലുണ്ടല്ലോ ഈ ശബ്ദപരിധിക്ക് മുമ്പ് തന്നെ മനസ്സിലാകുമായിരുന്നു. സ്തോത്രം. ഇന്ന് പകൽ മറ്റൊരു ദൂത് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ തകർക്കുമെന്നും നിന്റെ നേരെ നിനക്ക് പ്രതികൂലമായിരിക്കുമെന്നൊക്കെ അല്ലേ നീ വിചാരിച്ചത്? ഒന്നുകൂടെ ഒന്ന് നോക്ക്. അത് ദൈവമയച്ച രക്ഷയുടെ വഴിയാണ്. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ട്? ഹല്ലേലൂയ. നിന്നെ തകർക്കാനെന്ന് തോന്നിയതാ, നിന്നെ ആകെ ഉടച്ചു കളയാനെന്ന് തോന്നിയതാ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അത് നിന്നെ ഉടയ്ക്കാനല്ല, നിന്റെ മേൽ ജീവൻ പകരാ, നിന്നെ രക്ഷിക്കാ എൻ്റെ ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയാണ്. അതിനെ ഒന്ന് ശരിക്കും നോക്കാൻ കഴിഞ്ഞ ആ വഴി ദൈവം ഒരുക്കി എന്ന് വ്യക്തമായി നമ്മുടെ കണ്ണിൽ ബോധ്യപ്പെട്ടു വരും. സ്തോത്രം. അങ്ങനെ ദൈവം ഒരുക്കിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട വഴിയായിരുന്നു അത്. കർത്താവ് തന്നെ വരികയാണ്. സ്തോത്രം. അപ്പോൾ യേശു പറഞ്ഞു, ഞാനാകുന്നു, ഭയപ്പെടേണ്ട. ആ വാക്ക് കേട്ടത്, സ്തോത്രം, പത്രോസിൻ്റെ എല്ലാ അവസ്ഥയ്ക്കും അങ്ങ് മാറ്റം വന്നു. സ്തോത്രം. കർത്താവേ അങ്ങാകുന്നു എങ്കിൽ ഞാൻ അങ്ങോട്ട് വരികയാണ്. ഇരുട്ടുണ്ട്, കാറ്റടിക്കുന്നുണ്ട്. നേരത്തെ ഈ ശിഷ്യന്മാർ ഭയപ്പെടാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഇപ്പോഴും ഉണ്ട്. ആകെ വന്ന മാറ്റം, കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആര് മുന്നിൽ നിൽക്കുന്നു? ആ ദൈവശബ്ദം, ആ ദൈവ സാന്നിധ്യം. ഭയപ്പെട്ടിരുന്ന പത്രോസിനെ ഇത്രമേൽ ബലപ്പെടുത്തിയെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടെ പറയുന്നു, പത്രോസ് ഇന്നേ വരെ കടലിൻ്റെ പുറത്തെന്ത് ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല. പിന്നെ എങ്ങനെ ഞാനും വരുന്നു എന്ന് പറയാൻ ഈ പത്രോസിന് ധൈര്യം കിട്ടിയെന്നറിയത്തില്ല. എന്തായാലും നടന്നു. സ്തോത്രം. എന്നെയും നിങ്ങളെയും ഭയപ്പെടുത്തിയതിൻ്റെ മുകളിലൂടെ ചവിട്ടി മുന്നേറാൻ ദൈവസാന്നിധ്യം മാത്രം മതി. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ, ആ ദൈവശബ്ദം, സ്തോത്രം, നമ്മുടെ ഏതവസ്ഥയ്ക്കും മാറ്റം വരുത്താൻ മതിയായ. ഭയമെങ്കിൽ ഭയം, ആകുലചിന്തയെങ്കിൽ ആകുലചിന്ത, എന്താണോ അതിന് മാറ്റം വരുത്താൻ കർത്താവിൻ്റെ ഒരു വാക്ക് മതി. മനസ്സിലാകുന്നുണ്ടോ? നമ്മളൊരു പാട്ട് പാടാറില്ലേ, ഒരു വാക്ക് മതിയെന്ന്. സ്തോത്രം. ആ ശതാധിപൻ പറഞ്ഞ വാക്കാണ്, ഒരു വാക്ക് പറഞ്ഞാൽ മതി. സ്തോത്രം. ഇനി ആ ഒരു വാക്കും വേണ്ട, എന്നെ ഒന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞെങ്കിൽ, സ്തോത്രം, ആ രോഗബാധിതയായ സ്ത്രീ വിശ്വസിച്ചത് വാക്കും വേണ്ട, യേശുവിനെയും തൊടണ്ട, ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊന്ന് തൊട്ടാ എനിക്ക് സൗഖ്യം വരുമെന്ന് ആ സഹോദരി വിശ്വസിച്ചെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ ആ ദൈവശക്തി, ദൈവ സാന്നിധ്യം ഏതവസ്ഥയ്ക്കും മാറ്റം വരുത്തത്തക്കവണ്ണ മതിയായതാണ്. സ്തോത്രം. നമ്മുടെ കർത്താവ് തന്നെയാണ് അത്ഭുതം. ദൈവം തരുന്നതല്ലേ അത്ഭുതം,
നമ്മുടെ ദൈവം തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം. ആ ന്യായപ്രമേയ പുസ്തകത്തിൽ ഏത് വേദനയുടെ നടുവിലും ഏത് പ്രയാസത്തിലും ബലം പ്രാപിക്കാനും ആശ്വാസം പ്രാപിക്കാനുമുള്ള തിരുവെഴുത്തുകളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ എൻ്റെ കണ്ണിന് 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ഭൂമിയിൽ പഴയ നിയമത്തിൽ ഇങ്ങനെയുള്ള സൂചനകൾ കുറവാണ്. പുതിയ നിയമത്തിലാണ് ഈ ഒരു പ്രയോഗം കൂടുതലായി കാണപ്പെടുന്നത്. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായി കണ്ടിട്ട് പറയുന്നു, ഞാൻ ഈ ഭൂമിയിൽ വരെ. ആ വാക്കിൻ്റെ അർത്ഥം എൻ്റെ ദേശം ഇതല്ല. നമ്മൾ പാടാറില്ല, എൻ്റെ ദേശം പിന്നെ എവിടെയാണ്? പരദേശിയായി പാർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാസ്പോർട്ടൊക്കെ അവിടത്തതാണ്. മനസ്സിലാവുന്നുണ്ടോ? പേരെവിടെ എഴുതിയിട്ടുണ്ടോ? എഴുതിയ പേര് അങ്ങനെ തന്നെ ഉണ്ടോ? സ്തോത്രം. ഇതൊക്കെ ഇടയ്ക്ക് പരിശോധിച്ച് കൊടുക്കണം. കഴിഞ്ഞ ദിവസം വന്ന ദൈവദാസൻ പറഞ്ഞു, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും മറ്റുമൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ എക്സ്പയറായി പോകും. ഈ എക്സ്പയറായി പോകുന്ന ഡേറ്റൊക്കെ മനസ്സിലാക്കി കറക്റ്റ് സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം നടക്കും. പിന്നെ അതിനൊരു ഗ്രേസ് പീരീഡ് ഉണ്ട്. അതിനകത്ത് കൊടുത്താൽ ഫൈൻ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതും പിന്നെയും നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയാൽ ടെസ്റ്റൊക്കെ ഒന്നേന്ന് ചെയ്യേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഒന്നേന്ന് നമുക്ക് നേരത്തെ ലൈസൻസ് ഉണ്ടായിരുന്നതൊക്കെ ശരിയാണ്. ഇതുപോലെ കറക്റ്റ് സമയത്ത് പുതുക്കിയൊക്കെ പോയാൽ, പേരുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി പോയാൽ, ഞാൻ അന്ന് സ്നാനപ്പെട്ടതാണ്, അന്ന് ദൈവകൃപ പ്രാപിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് പോകരുത്. 2025 ഒടുക്കവും ആ പുതുക്കമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഞാൻ ഈ ഭൂമിയിൽ പരദേശിയാകുന്നു. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക്, ലോക സംഭവങ്ങൾ അത് വ്യക്തമായി വിളിച്ചു പറയുമ്പോൾ, ദൈവമക്കളെ, ഞാനും നിങ്ങളുമൊക്കെ ഈ ആത്മനിറവോടെ ആരാധിക്കാനായി പലത് വിട്ട് ഇവിടെയൊക്കെ വന്നതിൻ്റെ പ്രധാന ഒരേ ഒരു കാരണം അവിടെ എത്തണം എന്നുള്ളത് കൊണ്ടാണ്. നിൻ്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ച കൊണ്ട് എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിൻ്റെ കൽപ്പനകളെ വിട്ട് നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ എന്ത് ചെയ്യുന്നു? ഫൽസിക്കുന്നു. ദൈവകൽപ്പനകളെ വിട്ട് നടക്കുന്നത് എപ്പോഴും ശാപയോഗ്യമായ കാര്യമാണ്. അതിൻ്റെ 23-ാമത്തെ വാക്യം, നിന്നയും അപമാനവും എന്നോട് അകറ്റേണമേ. 23-ാമത്തെ വാക്യം, പ്രഭുക്കന്മാരും ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു, എങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നു? അടിയൻ. അതൊരനുഗ്രഹിക്കപ്പെട്ട വാക്കാണ്. പ്രഭുക്കന്മാരും മറ്റുവരുമൊക്കെ ചേർന്നിരുന്ന് എനിക്ക് വിരോധമായി എന്ത് ചെയ്യുന്നു? അത് കേട്ടിട്ട് ഞാൻ അതിന് മറുപടി പറയാനും എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചിരിക്കാനൊന്നും അല്ല ഞാൻ തയ്യാറാകുന്നത്. ഞാൻ അങ്ങയുടെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു. ഇതൊരു വലിയ കാര്യമാണെന്ന്. സ്തോത്രം. അതിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഡിപ്രഷൻ. എനിക്ക് മനസ്സിലായോ? എന്താണ് ഡിപ്രഷൻ? കൊച്ചു കുട്ടികൾക്ക് പോലും ഭയങ്കര ഡിപ്രഷനാണ്. വിഷാദം അകത്ത് കയറി. ഞാൻ പറയുന്ന കാര്യം വെറുതെ അല്ല. ഇതുപോലെ ഈ ഡോക്ടർമാരുടെ അടുത്തൊക്കെ ചെന്നാൽ ആ നിലയിൽ ട്രീറ്റ് ചെയ്യുന്ന ഓരോന്നും ഇനി കൂടുതൽ ചിന്തിച്ചാൽ നമുക്കും വല്ല വിഷാദമുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകത്തക്ക തരത്തിലാണ് ഓരോരോ. അല്ലെങ്കിൽ അവരതിനെ ഡിപ്രഷൻ ആക്കുകയാണ്. സ്തോത്രം. ഡിപ്രഷൻ
വിഷാദം മാറാനുള്ള ഒരു നല്ല മരുന്നാണ് ഈ പുസ്തകം അങ്ങോട്ട് വായിക്കണം. കാരണമുണ്ടല്ലോ, ഇതിനകത്ത് ജീവനുണ്ട്. ഇത് വെറുതെ അല്ല. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ജീവനുണ്ട്. എത്ര പേര് ആ വാക്ക് വിശ്വസിക്കുന്നുണ്ട്? എന്നോട് ഇടപെടാൻ, എന്നോട് സംസാരിക്കാൻ, എൻ്റെ വ്യക്തിപരമായി എൻ്റെ മേൽ കർത്തൃത്വം നടത്താൻ ഈ വചനം ശക്തിയുള്ളതാണ്. എവിടെയും തുളച്ചു ചെല്ലും. ഈ ഗുളികയ്ക്കൊന്നും തുളച്ചു ചെല്ലാനൊന്നും നോക്കത്തില്ല. പുസ്തകം പറയുന്നത് ഈ വചനത്തിന് പെനട്രേറ്റിംഗ് പവർ ഉണ്ടെന്നാണ്. പെനട്രേറ്റിംഗ് പവർ എന്ന് പറഞ്ഞാൽ അറിയാമോ? ഡ്രില്ലിംഗ് മെഷീൻ കണ്ടിട്ടില്ലേ? അത് കോൺക്രീറ്റിൽ വെച്ച് കുറന്നൊക്കെ അടിക്കുമ്പോൾ ഈ ഹൃദയത്തിനകത്ത് എന്ത് വന്നാലും ആര് പറഞ്ഞാലും കയറാതിരിക്കുന്ന, എല്ലാം കല്ലുപോലെ ഇരിക്കുന്ന അനുഭവമൊക്കെ വചനം എന്ത് ചെയ്യുമെന്നറിയാമോ? തുളച്ചങ്ങകത്ത് ചെല്ലും. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട് അവസരം കിട്ടുമ്പോൾ? ഏത് വേദന വരുമ്പോഴും ഹല്ലേലൂയ, ആശ്വാസത്തിനായി നീ വേറെ ഒരിടത്തും പോകണ്ട. ഹല്ലേലൂയ. അതിൻ്റെ മേലൊരു വിടുതലിനായി വേറെ ഒരിടത്തും പോകണ്ട. ഈ പുസ്തകം എടുക്കുക, കർത്താവിൻ്റെ വാക്ക് വായിക്കുക. ഈ തിരുവെഴുത്ത് തന്നെ നിന്നെ ബലപ്പെടുത്തത്തക്കവണ്ണ ഒരു ദൈവശക്തിയായി തീരും. അങ്ങനെ നമ്മുടെ എല്ലാ വിഷാദങ്ങൾക്കും വ്യത്യാസം വരുത്തിക്കൊണ്ട് നമ്മെ നടത്തുവാൻ ഈ വചനം മതിയായതാണ്. സ്തോത്രം. അതിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്ത് ഈ തിരുവെഴുത്തുകളൊക്കെ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നതിനായിട്ട് സ്തോത്രം. സ്തോത്രം. ഇങ്ങനെ ഒരു പുസ്തകമൊക്കെ കൈ കിട്ടാനുള്ള അതിൻ്റെ പിന്നിലെ ത്യാഗവും വിലയും, സ്തോത്രം, എത്ര പേരുടേതായ ആ ത്യാഗോജ്വലമായ സമർപ്പണമുണ്ട്. ഇത് വായിക്കാനായിട്ടും ഒക്കെ നമുക്ക് കിട്ടിയ മഹാഭാഗ്യത്തിനായി സ്തോത്രം. കിട്ടിയ അവസരങ്ങളെ വിനിയോഗിച്ച് ദൈവശക്തി നിറഞ്ഞവരായി, വിഷാദമുള്ളവരായിട്ടല്ല, സന്തോഷത്തോടെ കർത്താവ് അനുവദിച്ചാൽ വരുന്ന ദിവസങ്ങൾ യാത്ര ചെയ്യുവാൻ ഉന്നതനായ ദൈവം നമ്മെ എല്ലാ തരത്തിലും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ദൈവകൃപയാൽ ദൈവം നമ്മെ എല്ലാവരെയും നിറയ്ക്കട്ടെ. സ്തോത്രം.